ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. ഞാൻ എൻ്റെ ലൈഫിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയോടെ വേണമെന്ന് തോന്നി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ചെടി വെക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ചെടികൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇങ്ങനെ നടന്ന് ചെടി ഉള്ളിടത്തോട്ട് പോവാണ്. കുറച്ച് വെയിലുണ്ട് എങ്കിലും സാരമില്ല, കാണിച്ചു തരാം. ആദ്യം ഞാൻ എൻ്റെ റോസാ ചെടികൾ കാണിച്ചു തരാം. എനിക്ക് റോസാ ചെടികൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ കുറേയൊക്കെ പുഴു കഴിച്ച് പോകുന്നുണ്ട്. എന്തെങ്കിലും അത് മരുന്നിടണം. ഒന്നാമത് ഇപ്പോൾ വെയിലായതുകൊണ്ട് കംപ്ലീറ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുക. വെള്ളമില്ലാത്തത് കൊണ്ട് വെള്ളം ശരിക്കും ഒഴിക്കാനും ഒക്കുന്നില്ല. അതുകൊണ്ട് നല്ല പോലെ ഇപ്പോൾ ചെടികളെല്ലാം വാടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ പൂക്കളൊക്കെ കുറവായിട്ടാണ് നിൽക്കുന്നത്. കഴിഞ്ഞ സമയത്തൊക്കെ നല്ല പോലെ നിന്നെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഈ ചെടികളാണ് വെച്ചിരിക്കുന്നത്. ഇതിനധികം വെള്ളമില്ലെങ്കിലും കുഴപ്പമില്ല, വാടത്തൊന്നുമില്ല. ബട്ട് റോസയുടെ കാര്യം അങ്ങനെയല്ല. അതുപോലെ ഈ ചുമന്ന ചെടി, അതിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. ആ ചുമന്ന ഇല തളിർത്ത് വരും, ഏതെങ്കിലും ജീവി വന്ന് അത് കഴിച്ചു തീർക്കും. ഈ ചെടി ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഭയങ്കര ട്രെൻഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് കടയിൽ പോയാലും മുന്നിൽ ഈ ചെടി കാണും. ഈ ചെടിയിലധികം പൂക്കളൊന്നുമില്ല, ഈ ചുമന്ന ഇലയുടെ ഭംഗി മാത്രമേ ഇതിലുള്ളൂ. പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല പാടാണ്. കാരണം ഇത് ചെറുതായിട്ട് തളിർത്ത് വരുമ്പോൾ തന്നെ പുഴുക്കൾ വന്നതിൻ്റെ ചുമന്ന ഇല കഴിച്ചിട്ട് പോകും. അതുപോലെ ഈ സൈഡ് തെറ്റിയാണ് വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ മുതൽ അങ്ങേ അറ്റം വരെ തെറ്റി തന്നെ കംപ്ലീറ്റ് വെച്ചേക്കുക. ഇടയ്ക്കെല്ലാം നല്ല കാട് കയറിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ അത് കുറേയൊക്കെ കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ വ്ളോഗ് എടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തുന്നത്. തെറ്റി പിന്നെ ഓൾറൗണ്ടർ ആയതുകൊണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അധികം പാടില്ല. അധികം വെള്ളമൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് അത് പൂവൊക്കെ വന്ന് നിൽക്കും. എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ വേനൽക്കാലത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചധികം പാടുപെടുന്നുണ്ട് ഞാൻ. അമ്മയാണെങ്കിൽ ഞാൻ വെള്ളം എടുക്കുന്ന സമയത്തെ കുറച്ചേ ഒഴിക്കാവൂ എന്ന് പറഞ്ഞ് എനിക്ക് വാർണിംഗ് തന്നിട്ടാണ് വിടുന്നത്. അങ്ങനെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ കംപ്ലീറ്റ്ലി തെറ്റിയുടെ ഒരു സൈഡാണ് വെച്ചിരിക്കുന്നത്. ബാക്കി കുറച്ച് സ്ഥലത്തൂടെ വെക്കാനുണ്ട്. എനിക്കിപ്പോൾ ആണെങ്കിൽ സമയം കിട്ടുന്നില്ല. വ്ളോഗൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കുറേ പണിയായിട്ട് നടക്കുകയാണ്. പിന്നെ വീടിനോട് ചേർന്ന് ഈ ചെടി വെച്ചിട്ടുണ്ട്. ഇത് നല്ല പാടെന്ന് വെച്ചാൽ നല്ല പാടാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ചില്ലേ തന്നെ അതെല്ലാം വാടിപ്പോവും. ഇതിൻ്റെ ഓൾറെഡി 3-4 എണ്ണം വാടി കരിഞ്ഞു പോയി. അതെടുത്ത് കളഞ്ഞു. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. കൊച്ചിലേക്ക് ഏതെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ വീട്ടിനുള്ളിൽ കയറുന്നതിന് മുന്നേ അവിടുത്തെ ചെടികളിൽ നോട്ടം ഇട്ട് വെക്കും. എന്നിട്ട് ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേനും ഒരു ഡയലോഗ്, ആൻറ്റി ആ ചെടിയുടെ കമ്പ് തരുമോ? അങ്ങനെ ആ ചെടി കൊണ്ട് വീട്ടിൽ വെച്ച് അതിനെ വളർത്തിയെടുക്കുന്നതാണ് എൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതേപോലെ അപ്പുറത്തെ സൈഡിൽ ചെടിച്ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഇതുവരെ എടുത്ത് വെളിയിലോട്ട് വെക്കാൻ പറ്റിയില്ല. അതിലൊരെണ്ണമാണെങ്കിൽ നല്ല കരിഞ്ഞു പോയി. രാവിലെ എണ്ണീറ്റ് എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ചെടികളിൽ പോയിട്ട് ഏതൊക്കെ ചെടി വളർന്നിട്ടുണ്ട്, ഏതൊക്കെ മുട്ടിട്ട്, ഏതൊക്കെ പൂവായി, ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ടുള്ള പരിപാടി. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ടൊരു പീസ്ഫുൾ എൻവയോൺമെൻറ്റ് കിട്ടും. ഇനി വേണം ഈ ചെടിച്ചട്ടിക്കകത്തിരിക്കുന്ന എല്ലായിടത്തും മണ്ണിൽ വെക്കാൻ, അല്ല ഇതെല്ലാം കരിഞ്ഞു പോകും. വെയിൽ നമുക്കകത്ത് കയറാം. അപ്പോൾ ഗായ്സ്, നിങ്ങൾക്ക് എൻ്റെ ഗാർഡൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.